സയ്യിദ് അവരുടെ സാന്നിധ്യം നമുക്ക് വലിയ ഭാഗ്യമാണ്. കാരണം ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് ഉണർത്തിയത്, അവിടുത്തെ പ്രബോധനം ചെയ്തതിന്റെ പേരിൽ, അവിടുത്തെ മുമ്പൊല്ല് പൊട്ടിയതിന്റെ പേരിൽ, അവിടുത്തെ ശറഫാകപ്പെട്ട ശിരസിൽ നിന്ന് രക്തം ഒലിപ്പിച്ചതിന്റെ പേരിൽ ചോദിച്ചത്, ലാ അസ്അലുക്കും അലൈഹി അജ്റൻ ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബ, എന്റെ കുടുംബത്തെ നിങ്ങൾ സ്നേഹിക്കുക എന്നുള്ളതല്ലാത്ത വേറെ ഒരു ലക്ഷ്യവും ഞാൻ, ഒരു കൂലിയും നിങ്ങളോട് ഞാൻ ചോദിക്കുന്നില്ല എന്നാണ്. അതുകൊണ്ട് അവിടുത്തെ കുടുംബമാകുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളും അതുപോലെയുള്ള സാദാത്യങ്ങളും ഒക്കെ വരുമ്പോ അതിന്റെ അദബും ഗുരുത്വവും അവരുടെ ദുആവും ഒക്കെ നമുക്ക് വളരെ ആവശ്യം ആണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ പെട്ടെന്ന് നിർത്തും. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു നൽകിയ ബഹുമതി അത് വർണ്ണിച്ചു തീർക്കാൻ കഴിയാത്തതാണ്. മാത്രമല്ല ഖുർആനിൽ തന്നെ അല്ലാഹു എടുത്തു പറയുന്നതാണ്. ഒരുപാട് ആയത്തുകളിലൂടെ, ഒരുപാട് സൂറത്തുകളിലൂടെ, ചില സൂറത്ത് തന്നെ അതിനു വേണ്ടിയുള്ളതാണ്. നിങ്ങൾക്ക് നോക്കൂ, ഇന്നാ അഅ്തൈനാകൽ കൗസർ വസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരുപാട് കളിയാക്കുന്ന ആളുണ്ടായിരുന്നു. പ്രബോധന ദൗത്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ച മുശ്രിക്കീങ്ങൾ ഉണ്ടല്ലോ, മക്കാ മുശ്രിക്കീങ്ങൾ. ആ മക്കാ മുശ്രിക്കീങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറയാറുള്ളത് അബ്തർ എന്നാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആൺമക്കൾ ഉണ്ടായിരുന്നു, ആൺകുട്ടികൾ ഉണ്ടായിരുന്നു. അവര് മരിച്ചുപോയി, അവരാരും വലുതായില്ല, ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയി. ആ മരിച്ചുപോയത് കൊണ്ട് വാലറ്റ ആളാണ്, അബ്തറാണ് മുഹമ്മദ് എന്ന് പറഞ്ഞ് നബി തങ്ങളെ കളിയാക്കാൻ തുടങ്ങി. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിഹസിക്കുന്നത് സാധാരണക്കാർക്ക് ഇഷ്ടമില്ലാതെയല്ല. സർവ്വജനാചരങ്ങളെ സൃഷ്ടിച്ച സർവേശ്വരനായ അല്ലാഹ്, ജഗന്നാഥനായ അല്ലാഹ്, അല്ലാഹുവിന് ഇഷ്ടമില്ല. അവൻ പറയുന്നതാണ്, അവൻ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതാണ്, എടാ മുഹമ്മദിനെ തൊട്ട് കളിക്കണ്ട, മുഹമ്മദ് അല്ലടോ അബ്തർ, ഇന്ന ശാനിയക ഹുവൽ അബ്തർ. നബിയേ, നിങ്ങൾക്ക് സങ്കടമുണ്ടാക്കുന്ന, നിങ്ങളെ വിഷമിപ്പിക്കുന്ന, നിങ്ങൾക്ക് മനക്ലേശമുണ്ടാക്കുന്ന ആ പാർട്ടിയുണ്ടല്ലോ, നിങ്ങളെ വാലറ്റ ആണ് എന്ന് പറയുന്ന, നിങ്ങളെ മക്കള് മരിച്ചുപോയതിന്റെ പേരിൽ നിങ്ങളെ പരിഹസിക്കുന്നവരാണ് നബിയെ അബ്തർ. അവരാണ് ബറക്കത്തില്ലാത്തവൻ, അവനാണ് വേസ്റ്റായവൻ. നബിയെ, നിങ്ങള് വിഷമിക്കണ്ട. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എല്ലാ അർത്ഥത്തിലും ഖുർആനിൽ അല്ലാഹു സമാധാനിപ്പിക്കുന്നു. ഒരുപാട് ആയത്തിൽ അല്ലാഹു തസ്ലിയത്ത് ചെയ്യുന്നു. ആ സംഭവം വരുമ്പോ നിങ്ങൾ കാണാം, നിങ്ങൾക്ക് മനസ്സിലാക്കാം. മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. ഖുർആനിൽ അല്ലാഹു വദ്ദുഹ സൂറത്തിൽ പഠിപ്പിക്കുന്നു, നബിയേ, അങ്ങേക്ക് വിഷമമുണ്ടാക്കുന്ന ഒരു പാർട്ടിയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു കയ്യില് മുറിവറ്റി. മുറിവറ്റിയപ്പോ هل أنت إلا إصبع دميتي وفي سبيل الله ما لقيتي. ഈ നിന്റെ കയ്യിലുള്ള മുറിയുണ്ടല്ലോ, ഇത് വലിയ മുറിയല്ല കേട്ടോ. ഈ മുറി സഹിക്കാൻ കഴിയാണ്ട് നീ കയ്യിൽ നിന്ന് രക്തം ഒലിച്ചു പോയല്ലോ. ഇത് ചെറിയൊരു മുറിയാണല്ലോ. ഇതിന്റെ പേരിൽ നീ എന്തിനാ സങ്കടപ്പെടുന്നത്? വിരളിനോട് റസൂലുള്ള ചോദിക്കുന്നു, എന്തിനാണ് നീ സങ്കടപ്പെടുന്നത്? അല്ലാഹുവിന്റെ വഴിയിലല്ലേ നിന്റെ കയ്യിൽ മുറിവ് പറ്റിയത്, അതുകൊണ്ട് നീ സഹിച്ചോളണം വിരളേ. ആ ശറഫാകപ്പെട്ട വിരളിനോട് റസൂലുള്ള ആശ്വസിപ്പിക്കുമ്പോ സഹാബാക്കള് പൊട്ടിക്കരയുന്നു. ലോകത്തിന്റെ നേതാവിന്റെ കൈവിരളിനോട്
കാലിന് ഒരു മുറിവറ്റിയപ്പോ സഹാബത്തിന് വല്ലാത്ത സങ്കടമാണ്. സഹാബക്കൾ കരയുന്നു. ആ മുറിവ് പറ്റിയപ്പോ നബി തങ്ങൾ ഏതാനും ദിവസം വുളു എടുക്കാൻ കഴിയാതെ, നിസ്കരിക്കാൻ കഴിയാതെ അങ്ങനെ വീട്ടിൽ ഒതുങ്ങിക്കൂടി. അത് എത്ര ദിവസമാണെന്ന് മുഫസ്സിരീങ്ങൾ, ഖുർആൻ വ്യാഖ്യാതാക്കൾക്കിടയിൽ അഭിപ്രായം ഉണ്ട്. അവരിൽ പലരും പല അഭിപ്രായം പറഞ്ഞവരുണ്ട്. ചിലർ 15 20 30 40 ദിവസം വരെ എന്ന് പറഞ്ഞവരുണ്ട്. അത്രയും ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിൽ കൂടിയപ്പോ വീട്ടിലേക്ക് ഖുർആൻ വഹിയായി ഇറങ്ങുന്ന മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഉണ്ടല്ലോ, വന്നില്ല. വഹി മുറിഞ്ഞു പോയി, വഹി സ്റ്റോപ്പായി പോയി. മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമാണ് വഹി ഇറങ്ങൽ. ആദ്യം വിഷമമുണ്ടായിട്ടായിരുന്നു, ആദ്യം വലിയ വിഷമമുണ്ടായിരുന്നു, പേടിയുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാലോ, ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഹീന്റെ തുടക്കം ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രമുല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം കല്ലാ ഇന്നൽ ഇൻസാന ലയത്വാ എന്ന് പറയുന്ന സൂറത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ബഹുമാനപ്പെട്ട മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന വഹി അറിയിക്കുന്നത് എന്താണ്? ഓ നബിയെ, അങ്ങ് വായിക്കണം നബിയെ, ഓതണം നബിയെ, അങ്ങ് റീഡ് ചെയ്യണം നബിയെ എന്ന് പറയുമ്പോ നബി തങ്ങൾ പറഞ്ഞു, മാനബിഖാരീൻ ഞാൻ ലിറ്ററേറ്റ് അല്ല, ഞാൻ ഇല്ലിറ്ററേറ്റ് ആണ്, ഞാൻ സാക്ഷരതയുള്ള ആളല്ല, ഞാൻ ഉമ്മിയാണ്. അത് ഓത്തറിയില്ലല്ലോ ജിബ്രീൽ എന്നൊന്നും അറിയില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. പക്ഷെ വന്ന വ്യക്തിയോട് നേരിട്ട് പറഞ്ഞു, കണ്ടിട്ട് വല്ലാത്ത പേടിയായി പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വഹി ലഭിക്കുന്നതിന് മുമ്പ് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് അല്ലാഹുവിനെ അറിയുന്നത് പോലെ ആരാധിക്കല് പതിവാണല്ലോ. ആ സമയത്താണല്ലോ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ആഗമനം ഉണ്ടാകുന്നത്. ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം വന്നപ്പോ പേടിച്ചുപോയി, അന്തളിച്ചുപോയി. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ രൂപം ഖുർആനിൽ മുഫസ്സിരീങ്ങൾ വ്യാഖ്യാനിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് വ്യാഖ്യാതാക്കൾ വിശദീകരിക്കുന്നുണ്ട്. ഒരുപാട് രൂപത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം പ്രത്യക്ഷപ്പെടാറുണ്ട്. ശരിക്കുള്ള ഒരു ആലിം, ഒരു ഉസ്താദിന്റെ രൂപത്തിൽ ചിലപ്പം വരും, ചിലപ്പോ സാധാ വ്യക്തിയുടെ രൂപത്തിൽ വരും, ചിലപ്പോ പല പല കോലങ്ങളിൽ വ്യത്യസ്തമായ രൂപങ്ങളെ കൊണ്ട് രൂപാന്തരപ്പെടുന്നവരാണല്ലോ മലായികത്തുൽ കിറാം. ആ മലക്കുകളിൽ മുഖറബായ അല്ലാഹുവിനോട് അടുത്ത സാമീപ്യമുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു മലക്കാണല്ലോ ജിബ്രീൽ അലൈഹിസ്സലാം. പക്ഷേ ആദ്യം വരുമ്പോ പേടിച്ചു പോയി, വെപ്രാളപ്പെട്ടുപോയി. ഓതാൻ പറയുമ്പോ ഓതാനറിയാത്ത ഞാൻ എന്ത് ഓതാനാ, ഞാൻ ഞാൻ ഓർത്തൊന്നും അറിയാത്ത ആളാണെന്ന് പറഞ്ഞു. അങ്ങനെ 2 വട്ടവും 3 വട്ടം പറഞ്ഞപ്പോ പിന്നെ പിടിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേദന ഉണ്ടായി, പനിച്ചു. അങ്ങനെ പനി പിടിച്ചിട്ട് അങ്ങനെ അവിടുന്ന് ഓതിയ ആ ഖുർആനാണല്ലോ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. ആ ഇഖ്റ ബിസ്മി മുതൽക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖുർആൻ ഇറങ്ങുമ്പോ അപ്പൊ പേടി. വീട്ടിൽ പോയി
പെട്ടുപോയി. സമ്മിലൂനി 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 ഖദീജ, സമ്മിലൂനി 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 ഖദീജ എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ബീവിയോട് പറയുന്നു, സമ്മിലൂനി സമ്മിലൂനി സമ്മിലൂനി, എന്നൊന്ന് പുതപ്പിട്ട് മൂടണേ ഖദീജ. ഞാൻ പേടിച്ചിന്ന് വല്ലാത്ത വിഷമത്തിലാണ്, സങ്കടത്തിലാണ്, പേടിച്ച് വിറക്കുകയാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രിയ പത്നിയായ കുലീനയായ ബഹുമാനപ്പെട്ട ഖദീജ ബീവിയോട് പുതപ്പിട്ട് മൂടാൻ പറയുന്നു. അങ്ങനെ പേടിച്ച നബി തങ്ങളെ പുതപ്പിട്ട് മൂടുന്നു. പുതപ്പിട്ട് മൂടിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ പേടിയുണ്ട്. അപ്പൊ ഒന്നും വരാൻ പാടില്ല എന്ന് വിചാരിച്ചിരുന്നു. അപ്പൊ വന്നതിലെ പേടിയുണ്ട്. അപ്പാണ് പിന്നീട് രണ്ടാമത് ജിബ്രീൽ അലൈഹിസ്സലാം പ്രത്യക്ഷപ്പെട്ട് പറയുന്നത്, യാ അയ്യുഹൽ മുസമ്മിൽ, യാ അയ്യുഹൽ മുദ്ദസ്സിർ, ഓ പുതപ്പിട്ട് മൂടുന്ന നബിയെ, പുതപ്പ് മൂടിക്കിടക്കുന്ന നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾക്ക് ഒരുപാട് പേരുണ്ട്, 200 ചില്ലാനം പേരുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ പേരുകളുടെ കൂട്ടത്തിലുള്ള ഒരു പേരാണ് മുദ്ദസ്സിർ. മുദ്ദസ്സിറുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുസമ്മിലുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹൈമിനുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇങ്ങനെ തുടങ്ങിയ പേരുകളൊക്കെ ഉണ്ട്. അത് സാന്ദർഭികമായിട്ട് ഖുർആനിൽ പറയുന്ന പേരുകൾ തന്നെയാണ്. അങ്ങനെ ആ മുദ്ദസ്സിറായ പുതപ്പിട്ട് മൂടുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു പറഞ്ഞു. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അപ്പോൾ പേടിയുണ്ടെങ്കിലും പിന്നീട് സമാധാനവും ഇഷ്ടവും ജിബ്രീൽ അലൈഹിസ്സലാം വരണം, ജിബ്രീൽ അലൈഹിസ്സലാം വരണമെന്ന് ആഗ്രഹിക്കലാണ്, കൊതിക്കലാണ്. ചിലപ്പോൾ ഇടയ്ക്കൊരു ഗ്യാപ്പ് ഉണ്ടാവും, ഇടവേള ഉണ്ടാവും, ചിലപ്പോൾ അതിന് കൊണ്ടുപോകും. അപ്പൊ ഈ സമയത്ത് പറഞ്ഞു. ചില ആള് പറയുന്നത്, അപ്പൊ കുറെ ആള് കളിയാക്കി, ഏറ്റവും കളിയാക്കി അടുത്ത കുടുംബക്കാരന്റെ അബൂലഹബിന്റെ ഭാര്യയാണ് ഉമ്മു ജമീൽ. ഓള് കളിയാക്കാൻ തുടങ്ങി. അത് മുഹമ്മദ് നബിന്റെ അടുത്തേക്ക്, മുഹമ്മദിന്റെ അടുത്തേക്ക് ഒരു ശൈത്താൻ വരാറുണ്ടല്ലോ, ആ ശൈത്താൻ ഇപ്പൊ കാണുന്നില്ലല്ലോ. അതിനെ കുറിച്ചാ പറയുന്നത്. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാമിനെ കുറിച്ച് പറയാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്ത് വന്ന് ആ നബിതങ്ങൾക്ക് വഹി ലഭിച്ചാൽ ആണല്ലോ നബിതങ്ങൾ ഈ സംഭവം സ്വഹാബത്തിനോട് പറയാ. അപ്പൊ അങ്ങനെ പറയുന്ന സമയം ഇടയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് വരാതിരുന്നപ്പോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സങ്കടവുമായിട്ട് ഇങ്ങനെ കൂടെ. ആ സമയത്ത് ഇവള് പറയുന്നത്, അതിന്റെ അടുത്തേക്ക് വരുന്ന ശൈത്താൻ ഇപ്പൊ കാണുന്നില്ലല്ലോ, കുറെ കാലമല്ല, ഇപ്പൊ എവിടെ പോയി, എന്നെ വിട്ടോ, അള്ളാഹു നിന്നെ വിട്ടോ, കൈവിട്ടോ എന്നിങ്ങനെ കളിയാക്കാൻ തുടങ്ങി. നിങ്ങൾക്ക് വിഷമായി. ഖദീജ ബീവിയോട് എല്ലാ സങ്കടവും പറയും. അവിടുത്തെ എല്ലാമായ അവിടുത്തെ ഭാര്യയോട്, പ്രിയ പത്നി ഖദീജ ബീവി റളിയല്ലാഹു, വേറൊരു ഭാര്യമാർ വന്നില്ല അന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ഒരൊറ്റ ഭാര്യയേ ഉള്ളൂ, ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. പിന്നീട് അതൊന്നും വേറെ തന്നെ ചർച്ച ചെയ്യേണ്ടതാണ്, വലിയ വിവാദമാണ്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ സ്ത്രീ കൊതിയനാണ്, പെൺകൊതിയനാണ്. നബിതങ്ങള് കന്നഡത്തിലൊക്കെ എന്തെല്ലോ പത്രങ്ങളിലും അതുപോലെ പുസ്തകങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കളിയാക്കാനും പുച്ഛമായി കാണാനും ഒക്കെ ചിത്രീകരിക്കാനും ഒക്കെ ചിലർ മുസ്ലിമീങ്ങൾ എന്ന പേരിലുള്ള ചിലപ്പോൾ ശ്രമിച്ചേക്കും. അങ്ങനെയുണ്ടെങ്കിൽ അതിലൊക്കെ നാം പഠിക്കണം, അതിന് മറുപടി കൊടുക്കാൻ നമുക്കറിയണം. പിന്നെ റസൂലുള്ളാഹിനെ സ്നേഹിക്കുക എന്ന് പറയുന്നതിന് ഒരു അർത്ഥമില്ല. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കാരണവശാലും ഇവിടെ പെണ്ണുങ്ങളോട് താല്പര്യമുണ്ടായതുകൊണ്ട് കല്യാണം കഴിച്ചാൽ അതിന് ഏറ്റവും ക്ലിയർ എക്സാമ്പിൾ ഒന്ന് മാത്രം പറഞ്ഞിട്ട് ഞാൻ ആ ഭാഗത്തേക്ക് തിരിയാണ്. കാരണം അതിപ്പോ ചർച്ചാ വിഷയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റുള്ള കല്യാണം കഴിക്കുന്നത് എപ്പോ? ഹിജറക്ക് ശേഷല്ലേ മറ്റുള്ള ഭാര്യമാരെ കല്യാണം കഴിക്കുന്നത്. ആരെയാണ് ആദ്യം കല്യാണം കഴിച്ചത്? ഖദീജ ബീവിയെ കല്യാണം കഴിച്ചത് തന്നെ എത്രാം വയസ്സിലാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 25-ാം വയസ്സിലാണ്. അത് തന്നെ കല്യാണം കഴിച്ചതിന്റെ പശ്ചാത്തലം എന്താണ്? കല്യാണം കഴിക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഇങ്ങനെ വലിയ കെട്ടണമെന്ന് താല്പര്യമുള്ളതുകൊണ്ടല്ല. ഇങ്ങോട്ട് കുറേ പ്രമാണികൾ, വലിയ പാർട്ടിയൊക്കെ അങ്ങോട്ട് അന്വേഷണം വന്നപ്പോഴൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് താല്പര്യം പ്രകടിപ്പിച്ചില്ല. പിന്നീട് കുടുംബക്കാരായ അബൂ ത്വാലിബും അങ്ങനെ തുടങ്ങിയവരൊക്കെ അതിന് നിർബന്ധം പിടിച്ച്, മാത്രമല്ല പ്രമാണികളിൽ പ്രമാണിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ സുന്ദരിയായ പെണ്ണാണ്. അങ്ങനെ ഖദീജ ബീവിയുടെ